ഒരു അല്പനാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി റൗഡി എന്ന് വിളിക്കുന്നവനെ പിന്നെ കോൺഗ്രസിൽ എന്താ പറയാ? സുഹൃത്തെ എന്ന് വിളിച്ചാൽ വയലന്റ് ആവുന്ന ആളാണ് നിങ്ങൾ. നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും ആ കാര്യത്തിൽ തർക്കിക്കാനില്ല. വിഭാഗീയത ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എൻഡോസ് ചെയ്യുകയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ടായതായി ഇടതുപക്ഷം എന്തായാലും പറഞ്ഞിട്ടില്ല. വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് വളരെ വ്യക്തമായിരുന്നുവെങ്കിലും വി എസിനെ വളരെ ആവേശത്തോടെ കൂടെ കൂട്ടിയിരുന്ന ചേർത്ത് പിടിച്ചിരുന്ന വലിയൊരു ജനസഞ്ചയം, ഭയങ്കര ആവേശമുള്ള കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ വന്ന ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഫ്രാക്ഷൻ എന്നുള്ള വാക്ക് വിട്ടു, ജനസഞ്ചയം. എനിക്ക് ഈ പാർട്ടി മാധു ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഞാൻ ഈ പാർട്ടി ക്ലാസ്സിൽ പോകാത്തതിന്റെ പ്രശ്നമാണ്. എനിക്ക് ടേം അറിയാത്തതുകൊണ്ടാണ്. അതിനെ ഓള് തൂങ്ങല്ല, ദേവീര് തൂങ്ങല്ല. ഇനി മണിശങ്കർ അയ്യരുടെ കാര്യം പറയട്ടെ. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗിൽ അല്ല പറഞ്ഞത്. വിഷൻ 2031 എന്നുള്ള കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റൽ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിൽ, സെമിനാറിൽ, സിംബോസിയത്തിലാണ് അദ്ദേഹം പറയുന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഗാന്ധിജിയുടെയും രാജീവ് ഗാന്ധിയുടെയും സ്വപ്നങ്ങൾ, ഗ്രാമസ്വരാജ് അടക്കമുള്ള സ്ത്രീകളുടെ മുന്നേറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയത് കേരളമാണെന്നാ. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാ മറുപടി പറയേണ്ടത്? ഇതല്ല രാജീവ് ഗാന്ധിയുടെ സ്വപ്നം, ഇതായിരുന്നു കേരളത്തിൽ നടപ്പിലാക്കിയത്, ഇതല്ല. അതാണ് മാന്യമായ മറുപടി, അതാണ് പൊളിറ്റിക്കലായ മറുപടി, അതാണ് അക്കാഡമിക്കലായ മറുപടി. പക്ഷെ അദ്ദേഹത്തിനോട് ജിൻഡോ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നത് അലവലാതി എന്നുള്ള വാക്ക് വെച്ചാ തുടങ്ങുന്നത്. പാവപ്പെട്ടവൻ നല്ല ജിൻഡോ എഴുതിയത് അലവലാതി എന്നാണ്. തിരിച്ച് അദ്ദേഹം പറയുന്നത് KC വേണുഗോപാൽ റൗഡ് എന്നാണ് പറയുന്നത്. ഇത് അവരുടെ കാര്യമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ മണിശങ്കർ അയ്യർ പറഞ്ഞ ഫാക്ട് അവിടെ ഫാക്റ്റായി നിൽക്കുന്നുണ്ട്. ഈ മൊത്തം ക്യാമ്പയിനിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷം ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് വസ്തുതകൾ പറഞ്ഞുകൊണ്ടും UDFും കോൺഗ്രസും പോകുന്നത് ഈ മാതിരി കുറെ ബഹളങ്ങളും കുറെ ഗോസിപ്പുകളും കൊണ്ടാണ്. ഇത് രണ്ടും തമ്മിലാണ് മത്സരം. ഈ ചർച്ചയിൽ പോലും നിങ്ങൾക്കത് കാണാം. ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഞാൻ ഇടതു നിരീക്ഷകനാണ്. ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് മൊത്തം കാര്യങ്ങളെ. നിങ്ങൾക്ക് പോലും അറിയാതെ അങ്ങനെ തന്നെ എഴുതി പോകും അത് എന്നുള്ളതാണ് സത്യം. ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന്റെ കൂടെ, വീക്ഷണത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീകുമാർ. പ്രവർത്തകനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയാറുള്ളത്. അങ്ങ് ഇടത് സഹയാത്രികനല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ചർച്ച മുതൽ അങ്ങനെ അല്ലെന്നേ. ഞാൻ ഇടത് സഹയാത്രികനാണ്, ശ്രീകുമാർ നോക്കൂ രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ മാധ്യമരംഗത്തെ ഒരു പക്ഷപാതിത്വമാണ്. അതാ ഞാൻ പറഞ്ഞത്. എനിക്കതിന് പരാതിയൊന്നുമില്ല. ശരി, അല്ല, ഞാൻ ഈ ചർച്ചയിൽ അത് അങ്ങ് വഴിക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഈ ചർച്ചയിൽ ഞാൻ വിചാരിച്ചിരുന്നത് രണ്ട് പക്ഷത്തു നിന്നും സഹയാത്രികർ ഉണ്ടാകണമെന്നാണ്. രണ്ട് പക്ഷത്തു നിന്നും സഹയാത്രികർ ഉണ്ടായിരുന്നു. പക്ഷെ CPM ഈ ചർച്ച വരുന്നില്ല എന്ന് പറഞ്ഞങ്ങ് ബഹിഷ്കരിച്ചു. വിസ്മയങ്ങളെക്കുറിച്ച് അവർക്ക് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാനുള്ള സാഹചര്യമില്ല, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ചർച്ച ബഹിഷ്കരിച്ചതിന്റെ പേരിലാണ് അങ്ങേക്ക് പരാതിയുള്ള ഈ ഒരു അങ്ങ് ഒറ്റപ്പെട്ടു പോയോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നത്. ഈ ചർച്ച CPM ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല. അയ്യോ, നിങ്ങൾ അപ്പുറത്ത് 10 പേരെ ഇരുത്തിയാലും ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പോകും. അത് ഒരാളാണ് പറയില്ല. എനിക്കതിൽ പരാതിയില്ല. ഞാൻ പറഞ്ഞ എഴുതി വെക്കുന്നതിന്റെ പൊളിറ്റിക്സാ പറഞ്ഞു. ശരി, അല്ല, അത് അദ്ദേഹം മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ടും അങ്ങനെയാണ് ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത് എന്നതുകൊണ്ടും എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പക്ഷം എന്താണ് എന്നുള്ളത് നമ്മൾ ഈ വാർത്ത കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം തന്നെ തുറന്നു പറയാറുണ്ട്. അദ്ദേഹത്തിന് ഒരു തർക്കവുമില്ല ആ കാര്യത്തിൽ എന്നുള്ളതാണ്. പിന്നെ VSന്റെ ഫ്രാക്ഷൻ എന്ന കാര്യത്തിലെ തെറ്റുകയുള്ളൂ കേട്ടോ. പിണറായി വിജയന്റെ ഫ്രാക്ഷൻ സ്വാഭാവികമായും അപ്പുറത്തുണ്ടാകണമല്ലോ. അതിനെക്കുറിച്ച് അങ്ങേക്ക് ഓരോ പാർട്ടി ക്ലാസ്സിൽ പോയില്ലെങ്കിലും യാതൊരു തെറ്റും ഒരിക്കലും വരില്ല എന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. ശ്രീ പ്രേംകുമാർ, ഞാനെങ്കിലും വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, നോക്കൂ, ഈ ആൾക്കൂട്ടം, ബഹളം, അതിനപ്പുറത്തേക്ക് ഒരു സംഘടനാ സംവിധാനം പ്രവർത്തിക്കണമല്ലോ. വിസ്മയം ഉണ്ടാകണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ അഭിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതല്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ ഈ പുതുയുഗയാത്ര നടക്കുന്നതിനിടയിൽ തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? വേദിയിൽ അടിപിടി, വേദിയിൽ കയ്യാങ്കളി, വേദിയിൽ ശകാരം. ഈ നിലയ്ക്കാണ് സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അല്ല മാധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാ കാലത്തും കേരളത്തിലെ നല്ല ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല, കോൺഗ്രസിന് കേഡർ സിസ്റ്റം ഇല്ല, കോൺഗ്രസിൽ ആരാണ് നേതാക്കന്മാർ? ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. ഈ ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ബൈ ഇലക്ഷൻ ഒക്കെ എണ്ണി പറഞ്ഞത് അതുകൊണ്ടാണ്. പാർലമെന്റ് ഇലക്ഷൻ പറഞ്ഞത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ കേഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഈ കൊടിയൊന്ന് ഉയർത്തി കെട്ടുമ്പോൾ ചാടി ഇറങ്ങി വരുന്ന കുറേ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ നേതാവ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വരിയായി നിൽക്കാൻ പറഞ്ഞു, വരിയായി നിൽക്കുകയും എന്നെ മാത്രം മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുമ്പോൾ അതിന് മാത്രം തയ്യാറാകുന്ന ആളുകളൊന്നും അല്ലെന്നേ. അത് CPMൽ ഇപ്പോൾ പ്രേംകുമാർ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് ബക്കറ്റിലെ വെള്ളത്തിന്റെ തിരയെക്കുറിച്ച് പറഞ്ഞത് പിണറായി വിജയന VS അച്യുതാനന്ദന് കയ്യടി കൂടിയതിനെ കുറിച്ചിട്ട് കൊതിക്കറിവ് കൊണ്ട് പറഞ്ഞത്. അപ്പോൾ വേദിയിൽ ഇത്തരം സംസാരങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? മുൻപ് ഉണ്ടായിട്ടുണ്ടല്ലോ. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇപ്പോഴും CPMന്റെ സംസ്ഥാന നേതൃത്വ നിരയിലുണ്ട്. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകൾ.
അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താ, VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസിൽ ചേരില്ല എന്നുള്ള താങ്കളുടെ നിരീക്ഷണത്തെ ഞാൻ ശരിവെക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ് ചേരില്ല. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനും പോരാളിയുമായിരുന്നു. രാഷ്ട്രീയമായിട്ട് പല കാര്യത്തിലും അദ്ദേഹത്തോട് വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഒരു ചതിയനായ കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു വഞ്ചകനോ അമ്പലക്കൊള്ളക്കാരനാണോ എന്നൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അങ്ങനെയുള്ളൊരു നേരുന്നേറുകളുള്ളൊരു VS അച്യുതാനന്ദൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള VS അച്യുതാനന്ദനെ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും ഗംഭീരമായി ഏറ്റവും ക്രൂരമായി ദ്രോഹിച്ച ആൾ ആരൊക്കെയാ? ഈ പിണറായിസ്റ്റുകളല്ലേ, പിണറായി വിജയന്റെ നേതൃത്വത്തിലല്ലേ? ആ VS അച്യുതാനന്ദൻ നേരത്തെ ശ്രീകുമാർ സാർ ഓർമ്മിപ്പിച്ചതുപോലെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന്റെ അന്ന് കൊല്ലപ്പെട്ട് കിടക്കുന്ന TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയെ കണ്ട് പൊട്ടിക്കരഞ്ഞ VS അച്യുതാനന്ദനുണ്ട്. ആ മനുഷ്യനായിരുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആ KK രമയെ കെട്ടിപ്പിടിക്കുമ്പോൾ VS അച്യുതാനന്ദൻ മുന്നോട്ട് വെക്കുന്നുണ്ട്, VS അച്യുതാനന്ദന്റെ മനസാക്ഷി അത് KK രമയോടൊപ്പമായിരുന്നു അല്ലേ? മനസാക്ഷി ഈ പാർട്ടിയുടെ മറ്റേ എല്ലാ എതിർപ്പും ലംഘിച്ചുകൊണ്ടല്ലേ വടകരയ്ക്കന്ന് പോയത്, ഒഞ്ചിയത്തിനന്ന് പോയത്. ആ VS അച്യുതാനന്ദന്റെ മനസാക്ഷി KK രമ ഇന്ന് കോൺഗ്രസിനോടൊപ്പം UDF-നോടൊപ്പമുണ്ട്. VS അച്യുതാനന്ദൻ ഈ പോരാട്ടമൊക്കെ നയിക്കുന്ന കാലത്ത് 10-15 കൊല്ലക്കാലം നിഴൽ പോലെ നിന്ന VS അച്യുതാനന്ദന്റെ ആത്മാവിന്റെ ഓരം പറ്റി നിന്ന മനുഷ്യനാണ് സുരേഷ്. ആ സുരേഷ് കോൺഗ്രസിനോടൊപ്പം UDF-ലേക്ക് വരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ ചേരുമെന്നല്ല പറഞ്ഞത്. അവരുടെ ഹിസ്റ്ററിയെ കുറിച്ചും അവരുടെ ലെഗസിയെ കുറിച്ചും പറയാനുള്ളൂ. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്, പുതുയുഗ യാത്ര നടക്കുന്നതിനിടയിൽ സ്റ്റേജിൽ വെച്ച് കയ്യാങ്കൾ നടത്തുന്ന ബലപ്രയോഗം നടത്തുന്ന നേതാക്കളെ കണ്ടിട്ട് വേണോ അങ്ങ് പറഞ്ഞതുപോലെ കൊടി ഉയർത്തി നിൽക്കുമ്പോൾ അണികൾ അവിടെ വന്ന് നിറയാൻ? നിങ്ങൾക്ക് VD സതീശൻ എന്ന നിങ്ങളുടെ നേതാവിനോട് എന്തെങ്കിലും തരത്തിലുള്ള ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ വെച്ച് മസിൽ പവർ കാണിക്കാൻ നിൽക്കുമോ? പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിന് ധാർഷ്ട്യമാണ്, പിണറായി വിജയന് ഇരട്ടച്ചങ്കാണ്, പിണറായി വിജയൻ നിൽക്കുന്നയിടത്ത് ജനാധിപത്യമില്ല, പലതരം വിമർശനങ്ങൾ ഉണ്ടാകുമല്ലോ. പിണറായി വിജയൻ നിൽക്കുന്ന വേദിയിൽ ഏറ്റവും കുറവ് കയ്യാങ്കളിക്ക് ഇടതുപക്ഷക്കാർ മുതിരില്ല എന്നവർക്ക് ഉറപ്പ് പറയാൻ കഴിയും. VD സതീശന് എത്ര ചെറുതാകേണ്ടി വന്നു ആ വേദിയിൽ? അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് എന്നത് പോയിട്ട് ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള വിലയെങ്കിലും കൊടുക്കാൻ നിങ്ങളുടെ നേതാക്കൾ തയ്യാറായോ ആ വേദിയിൽ? ഞാനതിന് മറുപടി പറയാം. എൻ്റെ ഉത്തരത്തേക്കാൾ വലിയ ചോദ്യം മാധു ചോദിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് മാധു പറഞ്ഞതിനോട് മാത്രമല്ല മറുപടി പറയേണ്ടത്, പ്രേംകുമാർ പറഞ്ഞതിനോട് കൂടി മറുപടി പറയാനുള്ളത് കൊണ്ട് മാധുവിൻ്റെ ചോദ്യത്തിൽ ഞാൻ അവസാനം വരാം. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യം പറയണമല്ലോ. ഇപ്പോൾ VD സതീശന് നേരിട്ട ആ സങ്കടത്തെക്കുറിച്ചാണ് പറയുന്നത്. VD സതീശന് അങ്ങനെ ഒരു പരാതിയില്ലല്ലോ, കോൺഗ്രസിൽ അങ്ങനെ ഒരു ആക്ഷേപമില്ലല്ലോ. ആ യോഗത്തിൽ അവിടെ നടന്ന കാര്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് അത് വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട് വാർത്തയാക്കപ്പെട്ടതിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സങ്കടവും ഖേദവും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്ത് കോൺഗ്രസ്, ഇതൊക്കെയാണ് കോൺഗ്രസ് എന്നുള്ളതാണുള്ള പ്രശ്നം. ഈ കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. ജനങ്ങൾ വോട്ട് ചെയ്തോളും, ജനങ്ങൾ തീരുമാനിച്ചോളും. നമ്മൾ 4-5 പേര് കൂടി ഞാൻ പറയട്ടെ, അവിടെ വന്ന് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങയുടെ വാക്കുകൾ കടമെടുത്താണ് ഞാൻ ചോദിച്ചത്. ആണ് മാധു VD സതീശനെയും ഷാഫി പറമ്പലിനെയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലേനെയും ഇതുപോലുള്ള എല്ലാ നേതാക്കന്മാരെ കണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ വരുന്നത്. അല്ലാതെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടല്ലോ ഞങ്ങളുടെ പ്രവർത്തകർ വന്ന് നിൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരുടെ എണ്ണം കുറയുന്നില്ല. ഞാൻ പറയട്ടെ മാധു, ഞാൻ പറയട്ടെ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം മാധു. ഞാൻ പറയട്ടെ, താങ്കൾ ഇങ്ങനെ എപ്പോഴും ഇടപെട്ടെ, എനിക്ക് പറയാൻ സമയം കിട്ടണ്ടേ? അല്ലെങ്കിൽ താങ്കൾ എനിക്ക് സമയം അനുവദിക്കണം, എല്ലാവർക്കും കൊടുത്ത പോലെയുള്ള സമയം അനുവദിക്കണം. ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന ആക്ഷേപിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ VD സതീശന്റെ പുതുയുഗ യാത്ര വരുമ്പോൾ അവിടെ ഇരിക്കാൻ കസേര പോലും ബാക്കിയില്ലാത്ത രീതിയിൽ ജനസഞ്ചയം വന്നുകൂടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാകും. അപ്പുറത്ത് പുറകിലെ കസേരയിൽ നിന്ന് മുമ്പിലേക്ക് കയറിയിരുന്ന് ഫില്ല് ചെയ്യണമെന്ന് നേതാക്കന്മാർക്ക്, മന്ത്രിക്കടക്കം പറയേണ്ടി വരുന്നത് എന്താ? MP ഗോവിന്ദനും മറ്റും നടക്കുന്ന ജാഥയിൽ, LDF-ന്റെ മേഖലാ ജാഥകളിൽ ആളില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്ര വലിയ പ്രവർത്തനവും 10 വർഷത്തെ വിസ്മയ പ്രവർത്തനമാണ് കേരളത്തിലെ സർക്കാർ നടത്തിയതെങ്കിൽ സ്വന്തം സഖാക്കന്മാർക്ക് പോലും CPM-ന്റെ നേതാക്കന്മാരുടെ LDF-ന്റെ മുന്നണി ജാഥ വരുമ്പോൾ ആ കസേരയിൽ പോയിരിക്കാൻ പോലും ആളില്ലാത്ത എന്തുകൊണ്ടാണ്? ഇപ്പുറത്ത് നിങ്ങൾ ഈ ആക്ഷേപം മുഴുവൻ പറയുന്ന UDF-ന്റെ പുതുകിയ യാത്ര വരുമ്പോൾ, VD സതീശന്റെ യാത്ര വരുമ്പോൾ UDF-ന്റെ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ എങ്ങനെ ഒഴുകി വരുന്നത്? അതിനുള്ള ഉത്തരം കിട്ടണ്ടേ? അപ്പോൾ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞങ്ങൾ കേൾക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ, ഞങ്ങൾ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരായതുകൊണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, VS അച്യുതാനന്ദനെ കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുക, കാരണം അത് കുറെ കാര്യം ഡിസ്കസ് ചെയ്യപ്പെട്ടല്ലോ. ജോസഫ് C. മാത്യുവിന് എന്ത് അംഗീകാരമുണ്ടെന്ന് ചോദിക്കുന്നു, CR നീലകണ്ഠന് എന്ത് അംഗീകാരമുണ്ടെന്ന് ചോദിക്കുന്നു. ഇവരൊക്കെ പല കാലത്തും ഇപ്പോഴും ഞങ്ങളെ വിമർശിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരൊക്കെ നല്ല ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും പുലർത്തുന്ന ആളുകളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അവരെ എതിർക്കുമ്പോൾ പോലും, അവർ ഞങ്ങളെ എതിർക്കും പോലും അവരുടെ സ്പേസിനെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ പ്രേംകുമാർ പറയുന്നത് പോലെ പറയാത്തത്. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് CPM-ന്റെ പിണറായി വിജയന്റെ അട്ടിപ്പേറാവകാശമാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട.
യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പക്ഷം ചേർന്ന് സമരം ചെയ്യുന്നവർ, സാധാരണക്കാരുടെ സങ്കടങ്ങളും വിലാപങ്ങളും മുന്നിൽ നിന്ന് നയിച്ച് സമരം നടത്തുന്ന ആളുകൾ, അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകൾ, അത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദന്റെ മനസാക്ഷിയായിട്ടുള്ള സുരേഷിനും വി എസ് അച്യുതാനന്ദന്റെ അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ മാധു, താങ്കൾ അങ്ങ് ശരിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയണ്ടേ രണ്ടു മൂന്ന് കാര്യം കൂടി, ഇതൊക്കെ പറയണ്ടേ. ഇനിയിപ്പോ മണിശങ്കർ അയ്യർ പറഞ്ഞത് ഗാന്ധിജി കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ച പിണറായി വിജയനെ കുറിച്ചിട്ടാ. ഗാന്ധിജി കണ്ട സ്വപ്നം അമ്പലക്കൊള്ളയാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കോടികളുടെ കൊള്ളയടിയാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം പെൻഷൻ കൊടുക്കാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം സർവ്വ മേഖലയിലും സാധാരണക്കാരൻ മുതൽ ശബരിമല ശാസ്താവിന് വരെ കൊള്ളയടിക്കുന്ന കാര്യമാണോ? അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് മണിശങ്കർ അയ്യരെ പോലുള്ള ഒരാൾ വന്നിട്ട് അതിനെ പിന്തുണച്ച് ഗാന്ധിജി കണ്ട സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്വയം എല്ലാ തോന്നിവാസവും പറഞ്ഞിട്ട് അതിന് കോൺഗ്രസിന്റെ തലയിൽ കെട്ടി വയ്ക്കാൻ പറ്റുമോ? അയാളുടെ ട്രഡീഷൻ എന്തായിക്കോട്ടെ, അയാൾ പ്രസംഗം എഴുതി കൊടുത്തോട്ടെ, അയാൾ പരിഭാഷപ്പെടുത്തിക്കോട്ടെ, എന്തും ചെയ്തോട്ടെ. പക്ഷെ അയാൾ ഇന്ന് പറയുന്നത് ഏത് പക്ഷത്ത് നിന്നാണെന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ഏത് പക്ഷത്ത് നിന്നാണ് സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഏത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ സംസാരിക്കുന്നത്? അദ്ദേഹമായിട്ട് കോൺഗ്രസിൽ ഒരു പ്രശ്നവുമില്ല, പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ താല്പര്യമില്ല. ഇവിടെ ഒരു കുഴപ്പമുള്ളത്, ഇവിടെ പ്രേതബാധ എന്നാണ്, ഇപ്പൊ ഇല്ലാത്ത പ്രേതത്തെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പ്രേംകുമാർ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്ന കേരളത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബാധ എന്താണെന്ന് കേരളത്തിലെ സഖാക്കന്മാർക്ക് അറിയാം. അവരത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സഖാക്കന്മാരടക്കം പറയുന്നുണ്ട് ഈ സർക്കാരിനോട്. കോൺഗ്രസ് പറയുന്നത് ശരി. ഡോക്ടർ പ്രേംകുമാർ, അങ്ങനെ പുതുയുഗയാത്ര പൂർത്തിയാകുന്ന സമയത്തേക്ക് മൂന്നാം ഊഴം വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. സച്ചിദാനന്ദ മാഷ് പറഞ്ഞതിന് ആനന്ദ് കൊച്ചുകൂടിയിൽ എൻഡോ സീനിന്റെ ഒരു അപകടം ഞാൻ അന്നത്തെ ചർച്ചയിലും പറഞ്ഞിരുന്നു. കർണാടകത്തിൽ ഇപ്പൊ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, അടുത്ത ഇലക്ഷൻ വരും, കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കും മത്സരം. അപ്പൊ സച്ചി മാഷയുടെ സ്റ്റേറ്റ്മെന്റ് അവിടെ വെച്ച എന്താണ്, അടുത്ത തവണ അവിടെ ബി ജെ പി വരേണ്ടത്, നിങ്ങൾ സമ്മതിക്കോ? എന്തുമാത്രം അബദ്ധമായ കോൺസെപ്റ്റ് ആണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ ഒരു ഫെഡറൽ സംവിധാനത്തിലേക്ക് അത് കൊണ്ടുവരുന്നത് തീർത്തും തെറ്റായ ഒരു കോൺസെപ്റ്റ് ആണത്. മറിച്ച് LDFന്റെ ഭരണം ദുഷിച്ചതായിരുന്നുവെന്നും UDF നല്ലതായിരുന്നുവെന്നും അതുകൊണ്ട് UDF വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കും. ജിൻഡോ പറയുന്നത് നമ്മൾ അതിനോട് വിയോജിക്കുകയുള്ളൂ, അത് നോൺസെൻസ് ആണെന്ന് പറയില്ല. സച്ചിദാനന്ദ മാഷ് സകല ബുദ്ധിയോടെയും പറഞ്ഞത് നോൺസെൻസ് ആണെന്ന് പറയുന്നത് വയ്യ. പിന്നെ ഇവർ ജിൻഡോ കോൺഗ്രസിന്റെ ആള് പറയുന്നത് ശരിയാണ്. കേരളത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഇലക്ഷന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് CPM-നെ എൻഡോസ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ അവരെ ചെത്തറി വിളിക്കും. ഞാൻ മനസ്സിലായി, അളവിലാതിനെ വിളിക്കുന്നതിന്റെ ധാർമ്മിക സിൻസിയർ ആണ്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ BJP-യെയും മോദിയെയും അദ്വാനിയെയും സ്തുതിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയില്ലല്ലോ. അങ്ങനെയുള്ള ആളെ നിങ്ങളെ വൈസ് ചെയർപേഴ്സൺ ആക്കും പ്രചരണ കമ്മിറ്റിയുടെ. ഇവിടെയാണ് പ്രശ്നം. ഇനി VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ UDF-ന്റെ കൂടെ ചേർന്നാൽ VS-ന്റെ പൊളിറ്റിക്സ് മുഴുവൻ അങ്ങോട്ട് പോകുമെങ്കിൽ AK ആന്റണിയുടെ മകൻ BJP പോയാൽ, K കരുണാകരന്റെ മകൾ BJP പോയാൽ കോൺഗ്രസിന്റെ ട്രഡീഷൻ മുഴുവൻ BJP എത്തൂലേ? കോൺഗ്രസിന് ഇത്രയും ആളുകൾ അങ്ങോട്ട് പോയി കഴിയുകയും ചെയ്തില്ലേ? പറയുന്ന കാര്യങ്ങൾ എല്ലാ കോൺഗ്രസിലും അപ്ലൈ ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ അതിന്റെ അകത്ത്. ഒറ്റ കാര്യം മാധു, ഞാൻ അലവലാതി എന്ന് വിളിച്ചത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിസാരക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഒരു അല്പനാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി റൗഡി എന്ന് വിളിക്കുന്നവനെ പിന്നെ കോൺഗ്രസിൽ എന്താ പറയാ? ഇനി ഒരു കാര്യം കൂടി, ഇനി ഞാൻ അലവലാതി എന്ന് വിളിച്ചാലുള്ള പ്രേംകുമാറിന് വിഷമം, എന്നാ പിണറായി വിജയൻ വിളിച്ചോലെ പരമനാറിയെന്നും ചെറ്റാന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ കുലംകുട്ടി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ MM മണി പറഞ്ഞാലും മറ്റേ പണിയെ ചെയ്തെന്ന് പറയാം. ഏതാ പറയണ്ടേ? നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല അത്തരം വാക്ക് ഉപയോഗിക്കാൻ. ഞാൻ അത്രത്തോളം ആയിട്ടില്ല. അത്രത്തോളം ആവുമ്പോ സുഹൃത്തെ എന്ന് വിളിച്ചാൽ വയലന്റ് ആവുന്ന ആളാണ് നിങ്ങൾ. നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും ആ കാര്യത്തിൽ തർക്കിക്കാനില്ല. സുഹൃത്തെ എന്നൊരു സുഹൃത്തെ വിളിച്ചാൽ വയലന്റ് ആവുന്ന ഈ നാട്ടിലെ സകല സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനെ ന്യായീകരിക്കുന്ന ആള് ആ ചർച്ചയിൽ എന്നെ പരമാവധി അലമ്പാക്കി വൃത്തികേടാക്കാൻ നോക്കുന്ന ആള് സുഹൃത്തെ എന്ന് വിളിക്കുമ്പോ എനിക്ക് സുഹൃത്തായിട്ട് കാണാൻ പറ്റില്ല. ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പക്ഷേ അങ്ങനെ ഒന്നില്ല, പോകുന്നവരൊക്കെ പോകട്ടെ എന്നുള്ളതാണ് LDF-ന്റെ നിലപാടെന്ന് പാർട്ടി സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയതും.